നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് മീനമാസത്തിലെ അശ്വതി കൊടുങ്ങല്ലൂർ കാവ് തീണ്ടൽ ആഘോഷം നടക്കുന്നത് ഈ ദിനത്തിലാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു മാത്രമല്ല സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇതിനായി ഈ സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. പട്ടുടുത്ത് കയ്യിൽ വാളും കോലുമായി ഉറഞ്ഞു തുള്ളിയാണ് ഈ കോമരങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. മറ്റൊരമ്പലത്തിലും കാണാത്ത ഒരു ചടങ്ങാണിത്. ഒരു ക്ഷേത്രം ഒരു പ്രദേശത്തിന്റെ ആത്മാവാണ്. ക്ഷേത്രത്തിന്റെ ക്ഷയം ആ പ്രദേശത്തെ തന്നെ ബാധിക്കും. ഒരു ക്ഷേത്രം എത്രത്തോളം ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നുവോ ആ നാട് അത്രയ്ക്കും ഐശ്വര്യപൂർണമായിരിക്കും. അതുകൊണ്ടാണ് പ്രാചീന കാലത്ത് രാജാക്കന്മാർ അവരുടെ രാജ്യത്തിന്റെ പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങളെ ശ്രദ്ധാപൂർവം സംരക്ഷിച്ചു വരുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും മണക്കാട്ടേക്ക് പോകുന്ന വഴി ഏതാണ്ട് 500 മീറ്റർ നടന്നാൽ പുണ്യപുരാതനമായ ഒരു ശാസ്താക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരാം. ഹരിയും പുരഹരനും തിരുവിളയാടിയ നാളി ഒരു തേജസിൽ ഉരുവാകിയ ശബരിഗിരിവാസിൻ. ഇത് മണക്കാട് ധർമ്മശാസ്താക്ഷേത്രം. കേരളത്തിലെ പ്രധാന 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടതായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം അതിപ്രാചീന കാലത്ത് സ്വയംഭൂവായി ശാസ്താവ് കുടികൊണ്ട ദേവസ്ഥാനമാണ് എന്നാണ് വിശ്വാസം. ഓംകാരരൂപ സർവേശ ശ്രീശാസ്താ സർവശാസ്ത്രവിൽ ഓംകാരഗമ്യ യോഗേശോ യോഗിഗമ്യോ യുഗന്ധര ഹരിശ്രീ ഗണനാഥ ശ്രീശിവോ ഹരിഹരാത്മജ ശ്രീകര ശ്രീനാഥപുത്ര ശ്രീമുഖ ശൈലവാസക. ചതുരാകൃതിയിൽ നിർമ്മിച്ച ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ധർമ്മശാസ്താവ് കുടികൊള്ളുന്നു. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലായതുകൊണ്ട് തന്നെ വനശാസ്താവാണ് ഇവിടുത്തെ ദേവനെന്ന് വിശ്വസിക്കാം. ദേവാർപ്പിത പാരിജാത പുഷ്പഹാരാങ്കിതത്തനോ വനേചരവധൂക്നുപ്ത വനമാലാ വിഭൂഷിത കനകാംഗദക്കേയൂരാലങ്കൃത ശ്രീ ഭുജാന്വിത. ധ്വജസ്തംഭമില്ലാത്തതുകൊണ്ട് ക്ഷേത്രനടയിൽ വാജിവാഹനം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമെങ്ങൾ കേകിടേണം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമെങ്ങൾ കേകിടേണം ശരണമയ്യപ്പ. സാധുരക്ഷ ചെയ്തിടുന്ന ഹരിഹരസു. കരിങ്കല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ മണ്ഡപം ശ്രീകോവിലിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നു. ധർമ്മരക്ഷക സ്വാമി ധർമ്മവിഗ്രഹ. മണക്കാടിന് ചരിത്രപരമായ ചില പ്രത്യേകതകളുണ്ട്. പണ്ട് മുകിലൻ പട തിരുവനന്തപുരം ആക്രമിച്ച കാലത്ത് അവർ തമ്പടിച്ചിരുന്ന സ്ഥാനമാണ് മണക്കാട് എന്ന് പറയപ്പെടുന്നു. അയ്യപ്പ സ്വാമി ശരണം ഹരിഹരസുതനേ ശരണം. അയ്യപ്പ സ്വാമി ശരണം ഹരിഹരസുതനേ ശരണം. വൃശ്ചിക സന്ധ്യകൾ തൃപ്പടി കാക്കും നിൻ
തിരുസന്നിധാനം ശരണം. വൃശ്ചിക സന്ധ്യകൾ തൃപ്പടി കാക്കുന്നിൻ തിരുസന്നിധാനം ശരണം. അവർക്ക് ആരാധിക്കാനായി പണികഴിപ്പിച്ച മുസ്ലിം ദേവാലയം പഴയ പള്ളി എന്ന പേരിൽ ഇവിടെ ഇപ്പോഴും കാണാം. മാത്രമല്ല, മണക്കാടിലും പരിസര പ്രദേശങ്ങളിലും ധാരാളമായി കാണുന്ന മുസ്ലിം ജനത ഈ ചരിത്ര വിശ്വാസത്തെ സാധൂകരിക്കുന്നു. ദുഷ്ടസന്താപക ശിഷ്ടസന്താപ പരിമർദ്ദക അശോകശോകശമനോ ഭക്തശോകനിവാരക ബാണായുധച്ചാപധാരി ദിവ്യശസ്ത്രാസ്ത്രവർഷക മഹാസ്ത്രജാലവിക്ഷേപ വിപക്ഷക്ഷയകാരക. ശാസ്താവിന്റെ ശക്തിയിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ടും ശാസ്താവിന്റെ വാവർ ബന്ധം അറിയാവുന്നത് കൊണ്ടുമാകണം മുകിലപ്പട ശാസ്താക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്താൻ മുതിർന്നില്ല. ശബ്ദ ബ്രഹ്മ പ്രകീർത്തിത പരാരൂപ സർവശക്ത പശ്യന്തി രൂപധാരക മധ്യസ്ഥോ മധ്യമാരൂപോ വൈഖരി രൂപധാരക. മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രം ഈ പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശ്രീധർമ്മശാസ്താ പാഹിമാം ശ്രീ ശബരിഗിരീശ പാഹിമാം ശ്രീമണികണ്ഠ പാഹിമാം കലിനാശനാ ശ്രീ പാഹിമാം. ശ്രീധർമ്മശാസ്താ പാഹിമാം ശ്രീ ശബരിഗിരീശ പാഹിമാം ശ്രീമണികണ്ഠ പാഹിമാം. ആറ്റുകാൽ ദേവീക്ഷേത്രം, കൊഞ്ചിറവിള ദേവീക്ഷേത്രം, മുക്കോലയ്ക്കൽ ദേവീക്ഷേത്രം എന്നീ ദേവാലയങ്ങളുമായി മണക്കാട് ശാസ്താക്ഷേത്രം ബന്ധപ്പെട്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ 3 ക്ഷേത്രങ്ങളിലെയും ദേവിമാർ മണക്കാട് ശാസ്താവിന്റെ സഹോദരിമാരാണെന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിന് മേലാണ് ഈ ക്ഷേത്രങ്ങളിലെ കുത്തിയോട്ടക്കാർ മണക്കാട് ശാസ്താവിൽ നിന്ന് അനുവാദം വാങ്ങുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. സ്വയംഭൂ സങ്കല്പമാണ് ക്ഷേത്രം. ധാരാള വിസാരി എന്ന് തുടങ്ങുന്ന ധ്യാന സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കഴിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് മറ്റ് ചുറ്റുപാടുമുള്ള ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നതിൻ്റെ പ്രധാന തെളിവാണ് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് അവസാന ദിവസങ്ങളിൽ അവിടുന്ന് ദേവി എഴുന്നള്ളി ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് ഇവിടുത്തെ പൂജയും എല്ലാം സ്വീകരിച്ചാണ് തിരിച്ചു പോകുന്നത്. അത്രയും പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചുറ്റുമുള്ള 3-4 ക്ഷേത്രങ്ങളിൽ, അതായത് മുക്കോലയ്ക്കൽ ഭഗവതി ക്ഷേത്രം, അതുപോലെ കൊഞ്ചിറവിള ഭഗവതി ക്ഷേത്രം, ആറ്റുകാൽ ദേവീക്ഷേത്രം, ഈ ദേവിമാരുടെ എല്ലാം സഹോദര സ്ഥാനീയനാണ് ഇവിടുത്തെ അയ്യപ്പൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ഉത്സവാദി കാര്യങ്ങളിൽ ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണുകയും ആറ്റുകാൽ ദേവി മാത്രം ഇവിടുന്ന് അദ്ദേഹം എഴുന്നേറ്റ് ചെല്ലുന്ന സമയത്ത് നട അടച്ച് പിണക്കം ഭാവിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് സർവ്വ അലങ്കാരത്തോടും കൂടി സഹോദരൻ്റെ പിണക്കം മാറ്റുന്നതിന് വേണ്ടിയാണ് പൊങ്കാലയുടെ അന്ന് വൈകുന്നേരം എഴുന്നള്ളി ഇവിടെ വരുന്നത് എന്നൊരു വിശ്വാസവും ഈ നാട്ടുകാർക്കിടയിലുണ്ട്. അത്രയും പുരാതനവും വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു ശാസ്താക്ഷേത്രമാണ്. കാലം വന്നല്ലോ മണിമാലയും കഴുത്തിൽ വീണല്ലോ. മണ്ഡലകാലം വന്നല്ലോ മണിമാലയും കഴുത്തിൽ വീണല്ലോ. മനസാകിലും അലിഞ്ഞു പോയല്ലോ കാത്തിടുക നീ അയ്യനേ. മനസാകിലും അലിഞ്ഞു പോയല്ലോ കാത്തിടുക നീ അയ്യനേ. ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് ശാസ്താനടയിൽ ഇറക്കി പൂജയുമുണ്ട്. ആറ്റുകാൽ കൊഞ്ചിറവിള ക്ഷേത്രങ്ങളിലെ പൊങ്കാല ദിവസം ദേവിമാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് മണക്കാട് ശാസ്താവിന് മുന്നിൽ കൊണ്ടുവരാറുണ്ട്. ഹരിയും പുരഹരനും തിരുവിളയാടിയ നാളിൽ ഒരു തേജസ്സിലുരുവാകിയ ശബരിഗിരിവാസിൻ മമ മാനസമിരുചൂ. ഗണപതി, നാഗദൈവങ്ങൾ, ശിവൻ, യക്ഷിയമ്മ, മാടൻ തമ്പുരാൻ എന്നിവരാണ് ഉപദേവതമാർ. ശരണം മമ ശരണം. കുളിരം വിളി തൊഴുമേ തവ മുഖമുജ്വല ദീപ്തം തളിർമാലകൾ
നഗരമധ്യത്തിലും ശാന്തത തളം കെട്ടി നിൽക്കുന്ന ഭക്തിപൂരിതമായ ക്ഷേത്ര അങ്കണമാണ് ഇവിടത്തേത്. വിളിയറിയും പരഗുപ്തം അജിരാൽ പരകഥനങ്ങളിലലിയും മൃദുചിത്രം കുളിരം വിളി തൊഴുമേ തവ മുഖമുജ്വല ദീപ്തം തളിർമാലകൾ വാഴ്ത്തും തവ ചരണാമൃത സൂക്തം. മണ്ഡല മകരവിളക്ക് കാലങ്ങൾ ഇവിടെ വിശേഷ ദിനങ്ങളാണ്. മീനമാസത്തിലെ ഉത്രം നാളും പ്രധാനമാണ്. എങ്കിലും കുംഭമാസത്തിലെ മകയിരം നാളിന് കൊടിയേറി 8 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. മഴമേഘ മനോഹാരിത ചൊരിയുന്നൊരു ചികുരം കരിവണ്ടുകൾ കൊടിമരമില്ലാത്ത ഈ ശാസ്താക്ഷേത്രത്തിൽ കമുക് മുറിച്ച് താൽക്കാലിക കൊടിമരം നാട്ടിയാണ് ഉത്സവത്തിന് കൊടിയേറുക. മണികണ്ഠം മൃദുഹാസനിലാവിന്നലയൊഴുകും തിരുഗണ്ഡം മഴമേഘ മനോഹാരിത ചൊരിയുന്നൊരു ചിഗുരം കരിവണ്ടുകൾ കളിയാടിയ മിഴിയാമരവിന്ദം. ശനീശ്വരന്റെ അതിദേവതയാണ് ശാസ്താവ് എന്നതിനാൽ നീരാഞ്ജനം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. ഹാസനിലാവിന്നലയൊഴുകും തിരുഗണ്ഡം. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആറാട്ട് പത്മതീർത്ഥ കുളത്തിലാണ്. പള്ളിവേട്ടയാകട്ടെ അട്ടക്കുളങ്ങര മാടൻ നടയിലുമാണ് നടത്താറ്. മടുതാമര മലർമാലകളണിയും തവക നിരവധി വിശ്വാസികൾ ആശ്വാസം തേടി അനുദിനം എത്തിച്ചേരുന്ന ഈ തിരുനടയിൽ ശനിയാഴ്ച ദിനങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണിലെ ഈ ചരിത്ര ദേവാലയം ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ധരനാകിയ പുലിവാഹന ശരണം ശബരിമല തീർത്ഥാടനത്തിന്റെ പുണ്യകാലങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങളും ദേവന്റെ അനുഗ്രഹത്തിനായി ഈ തിരുനടയിൽ എത്താറുണ്ട്. കങ്കണനനം മുഖപങ്കജമനനം ഭവമദസഞ്ജയഹരണം ചുരികായുധധരനാകിയ പുരിവാഹന ശരണം വരദായക തവ ദർശനമരുളിയിടുക വേണം. നിങ്ങളുടെ ഉള്ളിലെ ദൈവീകതയെ തിരിച്ചറിയുക. അനന്തമായ ശക്തിയും സാധ്യതയും നിങ്ങളിലുണ്ട്. അഭയത്വം ഭയത്തെ കീഴടക്കി മുന്നോട്ടു പോകുക. മനുഷ്യ സേവനം ഈശ്വര സേവനമാണെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.